വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം. ദൈവത്തിൻ്റെ ദാസനും യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനുമായ പൗലോസ്, ദൈവം തിരഞ്ഞെടുത്തവരുടെ വിശ്വാസവും ദൈവഭക്തിക്ക് ചേർന്ന സത്യത്തിൻ്റെ ജ്ഞാനവും വ്യാജം പറയാത്തവനായ ദൈവം കാലാതീതമായി വാഗ്ദാനം ചെയ്തിട്ടുള്ള നിത്യജീവൻ്റെ പ്രത്യാശയും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ കൽപ്പനയാൽ ഈ പ്രഘോഷണത്തിന് നിയുക്തനായിരിക്കുന്ന ഞാൻ തക്ക സമയത്ത് തൻ്റെ വചനത്തിൻ്റെ പ്രഘോഷണം വഴി വെളിപ്പെടുത്തിയിട്ടുള്ളതാണിത്. നാം പങ്കുചേരുന്ന വിശ്വാസം വഴി എൻ്റെ ഉത്തമപുത്രനായ തീത്തോസിന് എഴുതുന്നു. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷകനായ ക്രിസ്തു യേശുവിൽ നിന്നും കൃപയും സമാധാനവും. ഞാൻ നിന്നെ ക്രേത്തയിൽ വിട്ടിട്ട് പോന്നത് നീ അവിടുത്തെ കുറവുകളെല്ലാം പരിഹരിക്കുന്നതിനും ഞാൻ നിർദ്ദേശിച്ച വിധം എല്ലാ പട്ടണങ്ങളിലും ശ്രേഷ്ഠന്മാരെ നിയമിക്കുന്നതിനുമാണ്. ശ്രേഷ്ഠൻ കുറ്റമറ്റവനും ഏകഭാര്യയുടെ ഭർത്താവുമായിരിക്കണം. സന്താനങ്ങൾ വിശ്വാസികളും ദുർവൃത്തി, അനുസരണക്കേട് എന്നീ ദുരാരോപണങ്ങൾ ഇല്ലാത്തവരുമായിരിക്കണം. മെത്രാൻ ദൈവത്തിൻ്റെ കാര്യസ്ഥൻ എന്ന നിലയ്ക്ക് കുറ്റമറ്റവനായിരിക്കണം. ഗർവിഷ്ഠനോ ക്ഷിപ്രകോപിയോ മദ്യപനോ അക്രമാസക്തനോ ലാഭക്കൊതിയനോ ആയിരിക്കരുത്. മറിച്ച് അവൻ അതിഥികളെ സത്കരിക്കുന്നതിൽ തത്പരനും നന്മയോട് പ്രതിപത്തിയുള്ളവനും വിവേകിയും നീതിനിഷ്ഠനും പുണ്യശീലനും ആത്മനിയന്ത്രണം പാലിക്കുന്നവനും ആയിരിക്കണം. അന്യൂനമായ പ്രബോധനം നൽകാനും അതിനെ എതിർക്കുന്നവരെ ബോധ്യപ്പെടുത്താനും കഴിയേണ്ടതിന് അവൻ വിശ്വസ്ത വചനത്തിൻ്റെ അഭ്യസനം മുറുകെ പിടിക്കണം. എന്തെന്നാൽ ധിക്കാരികളും വ്യർത്ഥഭാഷികളും വഞ്ചകരുമായ ഒട്ടേറെ ആളുകൾ അവിടെയുണ്ട്, പ്രത്യേകിച്ച് പരിച്ഛേദനവാദികൾ. അവരെ നിശബ്ദരാക്കേണ്ടിയിരിക്കുന്നു. നീചമായ ലാഭം ഉന്നം വെച്ചുകൊണ്ട് പഠിപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് മുഖേന അവർ കുടുംബങ്ങളൊന്നാകെ തകിടം മറിക്കുന്നു. അവരുടെ കൂട്ടത്തിലൊരാൾ, അവരുടെ തന്നെ ഒരു പ്രവാചകൻ, ഇപ്രകാരം പറയുകയുണ്ടായി: ക്രേത്യർ എല്ലായ്പ്പോഴും നുണയരും ദുഷ്ടമൃഗങ്ങളും അലസരായ ഭോജനപ്രിയരുമാണ്. ഈ സാക്ഷ്യം സത്യസന്ധമാണ്. അവർ വിശ്വാസത്തിൽ അന്യൂനരായിരിക്കുന്നതിന് നീ അവരെ കർശനമായി ശാസിക്കുക. അതിനാൽ യഹൂദരുടെ കെട്ടുകഥകൾക്കും സത്യം നിഷേധിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾക്കും ചെവി കൊടുക്കരുത്. നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ്, എന്നാൽ മലിനഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല. അവരുടെ മനസ്സും മനസാക്ഷിയും ദുഷിച്ചതാണ്. തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്ന് അവർ പ്രഖ്യാപിക്കുന്നു, എന്നാൽ പ്രവൃത്തികൾ വഴി അവിടുത്തെ നിഷേധിക്കുന്നു. അവർ നിന്ദ്യരും അനുസരണമില്ലാത്തവരും ഒരു സത്പ്രവൃത്തിക്കും യോഗ്യതയില്ലാത്തവരുമാണ്. വിശുദ്ധ പൗലോസ് തീത്തോസിനെഴുതിയ ലേഖനം 2-ാം അധ്യായം. അന്യൂനമായ പ്രബോധനത്തിനിണങ്ങിയ കാര്യങ്ങൾ നീ പറയുക. പ്രായം ചെന്ന പുരുഷന്മാർ മിതത്വം പാലിക്കുന്നവരും ഗൗരവബുദ്ധികളും വിവേകികളും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹനശേഷിയിലും തികവുള്ളവരുമായിരിക്കാൻ നീ ഉപദേശിക്കുക. അതുപോലെ പ്രായം ചെന്ന സ്ത്രീകൾ ആദരപൂർവം പെരുമാറുകയും പരദൂഷണം ഒഴിവാക്കുകയും മദ്യപാനത്തിന് അടിമകളാകാതിരിക്കുകയും ചെയ്യണം. അവർ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരാകട്ടെ. ഭർത്താക്കന്മാരെയും മക്കളെയും സ്നേഹിക്കാൻ യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ. വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബജോലികളിൽ താത്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോട് വിധേയത്വവും ഉള്ളവരാകാനും പരിശീലിപ്പിക്കട്ടെ. ദൈവവചനം അപകീർത്തിപ്പെടാതിരിക്കാനാണിത്. ഇപ്രകാരം തന്നെ വിവേകബുദ്ധികളാകാൻ യുവാക്കന്മാരെ ഉദ്ബോധിപ്പിക്കുക. നീ എല്ലാവിധത്തിലും സത്പ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കുക. നിന്റെ പ്രബോധനങ്ങളിൽ സത്യസന്ധതയും ഗൗരവബോധവും കുറ്റാരോപണമുക്തവും നിർദോഷവുമായ സംസാരരീതിയും പ്രകടമാക്കുക. നമ്മെപ്പറ്റി ഒരു കുറ്റവും പറയാനില്ലാതെ എതിരാളികൾ ലജ്ജിതരാകാനാണിത്. അടിമകൾ യജമാനന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും അവരെ പ്രീതിപ്പെടുത്തട്ടെ. എതിർത്ത് സംസാരിക്കാതിരിക്കട്ടെ. ഒന്നും അപഹരിക്കരുത്. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ പ്രബോധനം മോടി പിടിപ്പിക്കും വിധം പൂർണ്ണവും ആത്മാർത്ഥവുമായ വിശ്വസ്തത പുലർത്തണം. എന്തെന്നാൽ എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവകൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അധർമ്മവും
ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. അതേസമയം നമ്മുടെ വലിയവനായ ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷീകരണവും അനുഗ്രഹപൂർണമായ പ്രത്യാശയും നാം കാത്തിരിക്കുന്നു. യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സത്പ്രവൃത്തികളിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്കു വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെപ്രതി തന്നെ സമർപ്പിച്ചു. ഇക്കാര്യങ്ങൾ നീ പ്രഖ്യാപിക്കുക. തികഞ്ഞ അധികാരത്തോടെ നീ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് തീത്തോസിനെഴുതിയ ലേഖനം 3-ാം അധ്യായം. ഭരണകർത്താക്കൾക്കും അധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണമുള്ളവനായിരിക്കാനും ഏതു സത്പ്രവൃത്തിക്കും സന്നദ്ധരായിരിക്കാനും ദൂഷണം പറയാതിരിക്കാനും കലഹിക്കാതിരിക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ ശാന്തത പ്രകടിപ്പിക്കാനും നീ അവരെ ഓർമ്മിപ്പിക്കുക. എന്തെന്നാൽ നാം തന്നെയും ഒരു കാലത്ത് മൂഢന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ജീവിതം കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരും ആയിരുന്നു. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും കരുണാർദ്ര സ്നേഹവും വെളിപ്പെട്ടപ്പോൾ നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താൽ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. അവിടുത്തെ കൃപയാൽ നാം നീതിമത്കരിക്കപ്പെടുന്നതിനും നിത്യജീവനെപ്പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണിത്. ഈ വചനം വിശ്വാസയോഗ്യമാണ്. ദൈവത്തിൽ വിശ്വസിച്ചവർ സത്പ്രവൃത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ നിർബന്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവയെല്ലാം ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ്. അതുപോലെ അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിലും വംശാവലികളിലും കലഹങ്ങളിലും നിയമത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിലും നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അവ പ്രയോജനരഹിതവും വ്യർത്ഥവുമാണ്. ഭിന്നത വളർത്തുന്ന ഒരുവന് 1-2 പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയ ശേഷം അവനെ മാറ്റി നിർത്തുക. അവൻ വഴിപിഴച്ചവനും പാപത്തിൽ മുഴുകിയവനുമാണ്. അവൻ സ്വയം വിധിച്ചിരിക്കുന്നു. ഞാൻ അർത്തമാസിനെയോ തിക്കിക്കോസിനെയോ നിന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ നിക്കോപോളിസിൽ എൻ്റെ അടുത്ത് വരാൻ നീ ഉത്സാഹിക്കണം. മഞ്ഞുകാലം അവിടെ ചെലവഴിക്കാനാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത്. നിയമജ്ഞനായ സേനാസിനെയും അപ്പോളോസിനെയും വേഗം യാത്രയാക്കുക. അവർക്ക് ഒന്നിനും കുറവുണ്ടാകരുത്. നമ്മുടെ ജനങ്ങൾ അടിയന്തരാവശ്യങ്ങളിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനും പ്രയോജനരഹിതരാകാതിരിക്കുന്നതിനും വേണ്ടി സത്പ്രവൃത്തികളിൽ വ്യാപരിക്കാൻ പഠിക്കട്ടെ. എൻ്റെ കൂടെയുള്ളവരെല്ലാം നിനക്ക് അഭിവാദനങ്ങൾ അയക്കുന്നു. വിശ്വാസത്തിൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കെല്ലാം അഭിവാദനങ്ങൾ അർപ്പിക്കുക. കൃപ നിങ്ങളെല്ലാവരോടും കൂടെ.